എൻ്റെ കൂടെ നഴ്സിംഗിന് പഠിച്ച സജോഷ് UK ലീവിന് വന്നായിരുന്നു കേട്ടോ. എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവൻ ഒരു ദിവസം നിൽക്കാൻ വരാൻ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പാലായ്ക്ക് അടുത്ത് രാമൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിലുള്ള ഒരു ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് വർക്കിംഗ് അല്ലാതിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് അഴിച്ച് നോക്കിയപ്പോൾ അത് ഇടി പറ്റിയിട്ട് അതിൻ്റെ ഇത് പോയത് ബോർഡ് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയപ്പോൾ 5 വോൾട്ടാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ചാർജറിൻ്റെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ചാർജറിൻ്റെ ബോർഡിൽ നിന്നും 5 വോൾട്ട് ഔട്ട്പുട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കിയാണ്. ഒരു പഴയ ചാർജർ ഉണ്ടായിരുന്നു, പക്ഷേ വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നു. എന്നിട്ട് USB കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ആ ചാർജറിൻ്റെ എൻവലപ്പ് സൈസ് കൂടുതലായതുകൊണ്ട് നമ്മൾ മൊത്തം ഡിസ്മാൻഡിൽ ചെയ്ത് ബോർഡ് തന്നെ ആക്കി എടുത്തിട്ട് ഇതുപോലെ സോൾഡർ ചെയ്ത് സെറ്റ് ആക്കുന്നുണ്ട്. ഈ വീഡിയോ ഇടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ചാർജറൊക്കെ നമുക്ക് വീടുകളിൽ എക്സ്ട്രാ ചാർജറുകളൊക്കെ കാണും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ അത് റീസെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ കത്തിപ്പോയ ബോർഡ് നമ്മൾ റീപ്ലേസ് ചെയ്തത്. എവിടെ പോയാലും വണ്ടിയിൽ ഒരു സെറ്റ് ടൂൾ കിറ്റ് ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും ഉപകാരപ്പെട്ടു. ഇതൊരു ബാക്കപ്പ് ബാറ്ററിയാണ്, അതായത് കറണ്ട് പോകുന്ന സമയം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എന്തായാലും സാധനം റെഡിയാക്കി കിട്ടിയപ്പോൾ സജോഷ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നഴ്സിംഗ് പഠിച്ച കാലത്തെ കുറേ തമാശകളൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് സ്പെൻഡ് ചെയ്തു സമയം. ഓക്കെ, താങ്ക് യു.